വെസ്റ്റ് ഏഷ്യ വാർ, അതായത് അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ, അത് ഏകദേശം 34 കഴിഞ്ഞ് 35 ദിവസത്തിനോളം കടക്കുകയാണ്. ഇന്ന് രാവിലെ അമേരിക്കൻ സമയം, അതായത് ഇന്ത്യയുടെ രാവിലത്തെ 6 മണി സമയം, അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ ഒരു പ്രസ്താവന, അത് മനസ്സിലാക്കുക, എഴുതി തയ്യാറാക്കിയ പ്രസ്താവനയാണ്. വൈറ്റ് ഹൗസിൽ നിന്ന് അദ്ദേഹം ജനങ്ങളോട് സംസാരിച്ചത്, അമേരിക്കൻ ജനതയോട് സംസാരിച്ചത്. ആ പ്രസ്താവന എന്ന് പറയുന്നത് ട്രംപ് ഈ വായിന് പറയുന്ന പോലെയല്ല, വെൽ പ്രിപ്പയർഡ് ആയിട്ട് തയ്യാറാക്കിയിട്ട് അത് പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പം അതിനകത്ത് ഈ പറയുന്ന ട്രംപ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഹോർമുസ്, അതായത് അമേരിക്ക എന്താണ് അജണ്ട വെച്ച് ഈ വാറിൽ മുന്നോട്ട് പോയത്, അതിനകത്ത് ഈ പറയുന്ന ഹോർമുസ് ഇറാൻ പിടിച്ചെടുക്കുന്നു. വെസ്റ്റ് ഏഷ്യയിലുള്ള ഷിപ്മെൻറ്റ്, അതായത് ഇൻക്ലൂഡിങ് അവിടുത്തെ ഏത് രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും കടൽ കൂടെയുള്ള ഹോർമുസ് വഴിയുള്ള ഓയിലിൻ്റെയും ഗ്യാസിൻ്റെയും മൂവ്മെൻറ്റ് പൂർണ്ണമായിട്ട് നിലച്ചു, അങ്ങോട്ട് നിലച്ചു. ഈ സമയത്ത് ഇറാൻ അവരുടെ ഖർഗ് ഐലൻഡ് ഉപയോഗിച്ച് ഇന്ത്യയിലോട്ടും കാരണം ഇന്ത്യയുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ നന്നായി, അവർ ഇന്ത്യയിലോട്ടും ഈ പറയുന്ന ഫസ്റ്റ് ക്രൂഡ് ഓയിലിൻ്റെ ഷിപ്മെൻറ്റ് ഇന്ത്യയിൽ വന്നു. ഇനി നമുക്ക് നോക്കാം എന്താണ് ട്രംപ് പറഞ്ഞത്, ഗ്ലോബൽ മീഡിയ അതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ മീഡിയ അതിനെടുക്കാം. അമേരിക്കൻ മീഡിയ പറയുന്നത് ട്രംപിൻ്റെ ഈ കോട്ട് ചെയ്ത് ട്രംപ് പറഞ്ഞു, ഈ ചില ദിവസങ്ങൾ, അതായത് 2-3 ആഴ്ചയും കൂടെ വാർ നീണ്ടു നിൽക്കും, പക്ഷെ അമേരിക്ക ആ വാറിൽ നിന്ന് എക്സിറ്റ് ആകും എന്നുള്ള കാര്യം സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റുകളും മറ്റുമൊന്നും പറയുന്നില്ല. പക്ഷെ അമേരിക്ക ഈ വാറിനൊരു തീരുമാനമുണ്ടാകും. ആ തീരുമാനം എന്ന് പറയുന്ന ചില കാര്യങ്ങൾ, അതിൻ്റെ സ്പെസിഫിക് പോയിന്റിലോട്ടാണ് ഞാൻ പോകുന്നത്. ഇറാനെ ഏകദേശം സ്റ്റോൺ ഏജ്, അതായത് പണ്ട് ആൾക്കാരെങ്ങനെയാണ് ഇറാനിൽ ഏകദേശം 100 വർഷം മുമ്പ് അല്ലെങ്കിൽ 200 വർഷം മുമ്പ് അല്ലെങ്കിൽ ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് ഈ മിഡിൽ ഈസ്റ്റ് മധ്യേഷ്യയിലൊക്കെ ജനങ്ങൾ ജീവിച്ചിരുന്നത്. അതായത് ഓയിൽ എക്സ്പ്ലോറേഷൻ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് ഈ വലിയ മാറ്റം ഉണ്ടാകുന്നത്. ആദ്യം മനസ്സിലാക്കുക. പിന്നീട് ഓയിലെ നാച്ചുറൽ ഗ്യാസുമായി ബന്ധപ്പെട്ടാണ് ഈ രാജ്യങ്ങളെല്ലാം ഈ പറയുന്ന ഇറാൻ, പേർഷ്യ, ഈ സംഭവങ്ങളുണ്ട്. ഇഷ്ടംപോലെ മലയാളികൾ പോയ സ്ഥലം. അപ്പം എങ്ങനെയാണ് അതിനെ തകർക്കുന്നത് എന്നൊരു പ്ലാനിൻ്റെ ഡീറ്റെയിൽസാണ് ട്രംപിൻ്റെ പ്രസ്താവനയിൽ പറയുന്നത്. അതായത് ഹോർമുസ് എന്ന് പറയുന്ന ആദ്യത്തെ ഡിമാൻഡ്, അതിനകത്ത് ഒരു കണ്ടീഷനും ഇല്ലാതെ ഹോർമുസ്, അതായത് പൂർണ്ണമായിട്ടും ഇറാൻ അവിടുന്ന് വിഡ്രോ ചെയ്യുക, ഒന്നാമത്തെ കണ്ടീഷന്. ഇറാൻ പറഞ്ഞു, ഓൾറെഡി അവരുടെ പാർലമെൻറ്റിൽ അവർ ബില്ല് പാസ്സാക്കിയിട്ട് ഹോർമുസിൽ നിന്നും വരുന്ന ഓരോ ഷിപ്മെൻറ്റിനും ഇത്ര $1 മില്യൺ വെച്ച് കൊടുക്കണം, $2 മില്യൺ. ഇതാണ് ഇറാൻ്റെ ഡിമാൻഡ്. അപ്പോൾ ആ ഡിമാൻഡൊക്കെ വെച്ച് കഴിയുമ്പോഴാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, അതായത് മനസ്സിലാക്കുക, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതിന് മുമ്പ് സൗദിയായിട്ടും UAE ആയിട്ടും ഈ മിഡിൽ ഈസ്റ്റിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, കാരണം അവരാണ് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത്, അവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് നാറ്റോയായിട്ടും ഒരു ഫോർമലി ഇൻഫോർമലി ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഒരു പ്രസ്താവനയായിട്ട് വരിക. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് സംഭവങ്ങളുണ്ട്. എന്തായിരിക്കും ഹോർമുസ് കിട്ടിയില്ല എങ്കിൽ അമേരിക്കയുടെ അടുത്ത മൂവ്മെൻറ്റ്, ഇതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ഈ രാജ്യങ്ങളിലൊക്കെ ലൈഫ് ലൈൻ എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലും അതേപോലെ തന്നെ ഗ്യാസുമാണ്. പ്രത്യേകിച്ച് ഇറാൻ്റെ പൂർണ്ണമായിട്ടും, ഇറാൻ്റെ മാത്രമല്ല, സൗദി ആണെങ്കിലും ഖറ്റാർ ആണെങ്കിലും UAE ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും ഒമാൻ ആണെങ്കിലും, അവിടെയൊക്കെ ഒമാനിലൊക്കെ ചെറുതായിട്ട് അഗ്രികൾച്ചറൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്കോണമിയുടെ 95% ഓയിൽ തന്നെയാണ്, വേറൊന്നുമില്ല. അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനം ഓയിലും നാച്ചുറൽ ഗ്യാസ്. ഈ ഓയിലുള്ള ഖർഗ് ഐലൻഡും പരാസ് ഓയിൽ ഫീൽഡ്, ഇത് രണ്ടും തകർക്കുമെന്നാണ് പറയുന്നത്. മനസ്സിലാക്കുക, ഈ ഇസ്രായേൽ ബോംബ് ചെയ്ത സമയത്ത് ആ ഖർഗ് ഐലൻഡിന് തൊട്ട് പരാസിൻ്റെ അവിടെ പട്ടാളക്കാരുടെ മേളിലാണ് അവർ ബോംബ് ഇട്ടിരിക്കുന്നത്, അല്ലാതെ ഈ പറയുന്ന ഗ്യാസ് ഫീൽഡിലല്ല ബോംബ് ചെയ്തിരിക്കുന്നത്. അതൊന്ന്. അത് കാരണം അതൊരു ഹ്യൂമനിറ്റേറിയൻ്റെയും ഒരു കോംപ്രമൈസിൻ്റെയും പാതയിൽ ഈ
പറയുന്ന ഗ്യാസ് ഫീൽഡാണെങ്കിലും ക്രൂഡാണെങ്കിലും അതേപോലെ തന്നെ ഇറാൻ്റെ പവർ പ്ലാന്റ് ഇതിലൊന്നും ബോംബ് ചെയ്തിട്ടില്ല. ഇത്രയും നാളായിട്ട് 34 ദിവസമായിട്ട് ഏകദേശം 11 ദിവസം ഇസ്രായേൽ വാർ ചെയ്തപ്പോൾ പോലും ഏറ്റവും ക്രിട്ടിക്കലാണ് ഈ സംഭവം. അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്? അതാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇറാൻ്റെ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ്, അതായത് അവരുടെ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് അവിടെ പവർ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത്, അതായത് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ പവർ പ്ലാന്റിനെയും അതേപോലെ തന്നെ ഇറാനിലെ ഈ ഗ്യാസ് ഫീൽഡ്, അതായത് അതേപോലെ കർഗ് ഐലൻഡ് പരാസ് ഗ്യാസ് ഫീൽഡിനെ അറ്റാക്ക് ചെയ്യുമ്പോഴോ ഇറാൻ എന്ന് പറയുന്ന സിറ്റി, അത് 2 അറ്റാക്ക് ചെയ്താൽ മതി. 2 വെച്ചാൽ 2 സ്പെസിഫിക് വെർട്ടിക്കൽസ്. അതിനകത്ത് ഈ പവർ ഉണ്ടാക്കുന്ന പല പവർ പ്ലാന്റുകളുണ്ട്, മേജറായിട്ടുള്ള പവർ പ്ലാന്റ് ഉണ്ട്, അതേപോലെ അതിൻ്റെ മറ്റുള്ള ചെറിയ ചെറിയ പവർ പ്ലാന്റും ഉണ്ട്. ഈ ഗ്യാസ് പൈപ്പ് ലൈനിൽ നിന്നാണ് ഈ സാധനം എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടാണ് ഈ ഗ്യാസ് ഉണ്ടാക്കുന്നത്. ഒരു മനസ്സിലാക്കുക, അവരുടെ 1% മാത്രമേ ഉള്ളൂ ആറ്റോമിക് എനർജി. അത് റഷ്യയാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ബോംബ് ചെയ്തു. അപ്പോൾ അതിനുശേഷം ഈ പറയുന്ന അവരുടെ അറ്റോമിക് എനർജി സംഭവം പൂർണ്ണമായിട്ടും നിലച്ചു. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, അവരുടെ ഗ്യാസിൻ്റെ ഹബിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ ഗ്യാസിൻ്റെ അത് എക്സ്പ്ലോർ ചെയ്യുന്ന അതിനെ അറ്റാക്ക് ചെയ്യുമ്പോഴും, അതേപോലെ തന്നെ കർഗ് ഐലൻഡിൽ ഏകദേശം 93% ഇറാൻ്റെ ഈ ഓയില് അത് അവർ എക്സ്പോർട്ട് ചെയ്യുകയും അതേപോലെ തന്നെ ഡൊമസ്റ്റിക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ്. ഡൊമസ്റ്റിക്കായിട്ട് ഉപയോഗിക്കുക ഓരോ വണ്ടികളാണെങ്കിലും ഈ പറയുന്നതിൻ്റെ സ്റ്റോറേജ് ഒന്നും വലുത് കാര്യമായിട്ടൊന്നും അവർക്കില്ല. ഈ സാധനം ഇഷ്ടം പോലെ ഉണ്ട്, ഇത് വരുന്നു, അത് യൂസ് ചെയ്യുന്നു, പിന്നെ ഇഷ്ടം പോലെ ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നു. അത് ലൈഫ് ലൈൻ എന്നതിനെ പറയുന്നത്. അപ്പോൾ ഇതിനെ അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റോറേജിലോട്ട് പോകുമെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പിന്നെ അവിടെ വണ്ടികൾ ഓടാൻ പറ്റത്തില്ല. ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷനേക്കാളും പ്രധാനം അവിടെ പവർ ഇല്ലാതായി കഴിയുമ്പോൾ, കാരണം പവർ ജനറേറ്റ് ചെയ്യുന്ന ഗ്യാസിൽ നിന്നും ഗ്യാസ് പവർ പ്ലാന്റിൽ വന്ന് ജനറേറ്റ് ചെയ്യുമ്പോൾ ഈ പവർ ഉപയോഗിച്ചിട്ടാണ് ഡീസാലിനേഷൻ പ്ലാന്റ്, അതായത് ഏകദേശം 85% ഇറാൻ്റെ ആൾക്കാർ ഉപയോഗിക്കുന്ന വെള്ളം കടലിൽ നിന്നും അത് ഡീസാലിനേഷൻ ഗ്യാസ് ഉപയോഗിച്ച് ഡീസാലിനേഷൻ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ആ സമയത്ത് അതിന് പവർ കൊടുക്കുന്ന പവർ പ്ലാന്റാണ്. അതായത് ഇത് ഡീസാലിനേഷൻ സെൻറ്റേഴ്സിനെ അറ്റാക്ക് ചെയ്യത്തില്ല, കാരണം വാറിൻ്റെ എത്തിക്കൽ പാർട്ടാണ്. അതുകൊണ്ട് ഡീസാലിനേഷൻ സെൻറ്റേഴ്സ്, അതായത് ഉപ്പുവെള്ളം കൺവേർട്ട് ചെയ്യുന്ന അവിടെ അറ്റാക്ക് ഉണ്ടാവത്തില്ല. പക്ഷെ ഏറ്റവും ക്രിട്ടിക്കലായ ഗ്യാസ് പ്ലാന്റിനും അതേപോലെ തന്നെ ഇലക്ട്രിക്, ഈ 2 അറ്റാക്ക് ചെയ്യുമ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇറാൻ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 10 ദിവസം പിന്നെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം കുടിവെള്ളം മുട്ടിപ്പോകും. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ സാധനമില്ലെങ്കിൽ മൂവ്മെൻറ്റ് നടക്കത്തില്ല, കാരണം കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആവും. കാരണം ഇലക്ട്രിസിറ്റി ഇല്ല, കുടിവെള്ളമില്ല. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു രാജ്യത്തെ പഴയ രീതിയിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നു. ആ ഒരു സന്ദർഭം ഇറാനിലുണ്ടാവുകയാണെങ്കിൽ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. പിന്നീട് ഈ IRGCക്ക് ആണെങ്കിലും ഇറാൻ ഭരിക്കുന്ന റെജീമിനാണെങ്കിലും തുടർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഉറപ്പായിട്ടും ഇതിൻ്റെ റിട്ടാലിയേഷൻ എന്ന് പറയുന്നത് ഗൾഫ് മേഖലയിലുണ്ടാകും. ഒന്നാമത്, അതായത് ഇതേപോലെ തന്നെ ഇപ്പം മിഡിൽ ഈസ്റ്റ് ഏഷ്യ, അതായത് ദുബായിയുടെ ആണെങ്കിലും അബുദാബിയുടെ ആണെങ്കിലും ഖത്തറിൻ്റെ ഒക്കെ അവിടുത്തെ ഗ്യാസ് പ്ലാന്റുകളെ അറ്റാക്ക് ചെയ്യും. അതേപോലെ തന്നെ ഈ പറയുന്ന രാജ്യങ്ങളിലെ മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ ഡീസാലിനേഷൻ പ്ലാന്റുകളെ പൂർണ്ണമായിട്ട് അറ്റാക്ക് ചെയ്യും. മനസ്സിലാക്കുക, ഇറാൻ പല ആവർത്തി ബോംബിട്ട് കുവൈറ്റിൻ്റെ ഡീസാലിനേഷനെ അവിടെ കുവൈറ്റിൽ ലോഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫുൾ ടാങ്കറിനെ അറ്റാക്ക് ചെയ്തു. അതേപോലെ തന്നെ ഈ രാജ്യങ്ങളുടെ എല്ലാ സ്ട്രാറ്റജിക് ആയിട്ടുള്ള എക്കോണമി അറ്റാക്ക് ചെയ്തു. അപ്പം അവിടെയൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ബേസിക്കലി ഈ പറയുന്ന ഇറാനിലെ ഈ 3 ക്രിട്ടിക്കലായിട്ടുള്ള, ഒന്നാമത് ഗ്യാസ്, രണ്ടാമത് ഈ പവർ, മൂന്നാമത് ഡീസാലിനേഷൻ, ഇന്ന് വരെ ഇസ്രായേലും അമേരിക്കയും ടച്ച് ചെയ്തിട്ടില്ല. കാരണം അതൊക്കെ നിർത്തി വെക്കുക. അതിനെ തീർത്ത് കഴിയുമ്പോൾ, അറ്റാക്ക് ചെയ്ത് തീർത്ത് കഴിയുമ്പോൾ
ഇറാനിൽ പിന്നെ ഉണ്ടാകുന്നത്. കാരണം നിങ്ങളത് സെയിം കോമൺ സെൻസ് വെച്ച് ആലോചിച്ചോണം. 21-ാം നൂറ്റാണ്ടിൽ ഈ പവറില്ല, ഗ്യാസ് ഇല്ല, പെട്രോളില്ല, ഡീസലില്ല, കുടിക്കാനുള്ള ഡീസാലിൻ അതായത് വെള്ളമില്ല. ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഇറാൻ എന്ന് പറഞ്ഞാൽ അവരുടെ പട്ടാളത്തിന് പോലും കുടിക്കാൻ വെള്ളമില്ലാതാകും. കാരണം വെള്ളം സ്റ്റോറേജ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട് എല്ലാത്തിനും. ഒന്നാമത് വെതർ മാറുകയാണ്. ഈ ഹോസ്പിറ്റലുകൾ അതിൻ്റെ പ്രവർത്തനം പൂർണ്ണ പവറില്ല. പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഫുഡും മറ്റുള്ള സാധനങ്ങൾ അതിന് സാധിക്കത്തില്ല. കാരണം വണ്ടികൾ ഓടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡീസലും പെട്രോളും ഒക്കെ വേണം. അപ്പം ഇത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നോട്ട് കയറ്റുവാണെങ്കിൽ ഈ പറയുന്ന സാങ്ഷൻ ഇമ്പോസ് ചെയ്തേക്കുവാണ്, അവർക്ക് കൊടുക്കാനും പറ്റത്തില്ല. അപ്പോൾ ഈ മൾട്ടിപ്പിളായിട്ടുള്ള ലെയറിൽ ഈ രീതിയിൽ സംഭവം പോവുകയാണെങ്കിൽ അതിന് ഒരു 10 ദിവസം 12-13 ദിവസം കഴിയുമ്പോൾ ഇറാൻ ഒതുങ്ങും എന്നുള്ളതാണ് ഒന്നാമത്തെ അമേരിക്കൻ സെക്കൻഡ് ഫേസാണ് വാറിൻ്റെ. അതായത് ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ് സെക്കൻഡ് ഫേസിൽ ഇത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറാൻ തകർന്ന് സറണ്ടർ ചെയ്യുമെന്നാണ് അമേരിക്കൻ എക്സ്പേർട്ടുകൾ പറയുന്നത്. രണ്ടാമത്തെ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? അതായത് ഗ്രൗണ്ട് മൂവ്മെൻ്റ് ആണ്. സെൻട്രൽ കമാൻഡ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് വലിയ രീതിയിലുള്ള ഡിപ്ലോയ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഈ ഗ്രൗണ്ട് മൂവ്മെൻറ്റ്, അതായത് പട്ടാളക്കാര യുദ്ധം തുടങ്ങുമ്പോൾ സൗദി അറേബ്യ, UAE അമേരിക്കയുടെ ഒപ്പം ആ മൂവ്മെൻറ്റിന് തയ്യാറാവും. കാരണം ഈ രാജ്യങ്ങൾക്ക് കൃത്യമായിട്ട് പിടികിട്ടി അവരും കൂടെ, കാരണം അവരുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ എക്കോണമിയും അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെയും ബാധിക്കും. അതുകൊണ്ട് അവരും ഈ ആക്ടിവിറ്റീസായിട്ട് മുന്നോട്ട് വരും. പിന്നെ മറ്റ് മലയാള ചാനലിൽ, ഇന്ത്യൻ ചാനലിലൊക്കെ പറയുന്നുണ്ട് ഈ വാറെന്ന് പറയുന്ന ഇസ്രായേലിന് വേണ്ടിയാണ് അമേരിക്ക തുനിഞ്ഞറിഞ്ഞതൊന്നും അല്ല. ഇവ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് വരികയാണ്. ഏകദേശം 1.5 വർഷം മുമ്പ് സൗദി അറേബ്യയുടെ മുഹമ്മദ് ബിൻ സൽമാനും അതേപോലെ തന്നെ ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധമുള്ള UAE അവരെല്ലാം ആവശ്യപ്പെട്ടിരുന്നു ട്രംപിനോട് ഇതേപോലെ ഹോർമുസ് ഇറാൻ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട്, കാരണം ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ വരുമല്ലോ ഇനി ഫർദർ എങ്ങനെ ഉണ്ടാകും, അതുകൊണ്ട് ഇറാനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കണം. അതിൻ്റെ ആ വാറിനകത്തുണ്ടാകുന്ന ചെലവ് ഈ 2 രാജ്യങ്ങളും കൊടുക്കാം. ഇതൊക്കെ ഇതിനകത്തെ പ്ലാൻ്റെ ഭാഗങ്ങളാണ്. അതല്ലാതെ അമേരിക്ക ഒറ്റയ്ക്ക് ചാടിക്കയറി ചെയ്തതല്ല. പിന്നെ അമേരിക്കൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഈ രാജ്യങ്ങളിലെല്ലാം പെട്രോളിയമായിട്ടും ഗ്യാസായിട്ടും ഒക്കെ അമേരിക്കൻ കമ്പനികളാണ്. അവരാണ് എൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഹോർമുസിൽ നിന്ന് ഈ പറയുന്ന പെട്രോളോ ഡീസലോ ഗ്യാസോ ഒന്നും പോയിട്ട് അമേരിക്കയ്ക്ക് ആവശ്യമൊന്നുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൊഡക്ഷനുണ്ട്, ഈ വെനൂസിലിൻ ഓയിലുണ്ട്, മറ്റു പലതും അവരുടെ കയ്യിലുണ്ട്. ഇത് ഈ രാജ്യത്തിൻ്റെ ലൈഫ് ലൈൻ എക്കോണമി, അതേപോലെ അമേരിക്കൻ ബിസിനസ് ഇൻട്രസ്റ്റ്, ഇതിനെയെല്ലാം ക്ലബ്ബ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലെ അമേരിക്കയുടെ താല്പര്യം. ഉറപ്പായിട്ടും അതിൻ്റെ ബിസിനസ് ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും വരാനുള്ള ദിവസങ്ങളിൽ വാറ്. അതേപോലെ തന്നെ ഇത്രയും മലയാളികളും ഇന്ത്യക്കാരുമുള്ള മിഡിൽ ഈസ്റ്റ് ഏഷ്യയെ സാരമായിട്ട് ബാധിക്കും. അപ്പോൾ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും, അതേപോലെ തന്നെ ബിൽഡിംഗ് ആണെങ്കിലും, അതേപോലെ തന്നെ പോർട്ട്, പിന്നെ ഈ പറയുന്ന ഡീസാലിനേഷൻ ആണെങ്കിലും, അതേപോലെ തന്നെ അവരുടെ പോർട്ടുകളിൽ ഇത് ലോഡ് ചെയ്യുന്ന ഈ ഓയിൽ ബ്ലോക്സ് ആണെങ്കിലും അതിനെ ഇറാൻ കയറി അറ്റാക്ക് ചെയ്യും. റിഫൈനറി ഉൾപ്പെടെ അവർ അറ്റാക്ക് ചെയ്യും. മനസ്സിലാക്കേണ്ട അടുത്ത പോയിന്റ് ഉണ്ട്. ഇപ്പം ഇറാനിൽ റിഫൈനറി ഉണ്ട്, അതേ തൊട്ടിട്ടില്ല. അതേ കയറി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയും ഈ ക്രിട്ടിക്കലായിട്ടുള്ള ഇറാൻ്റെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, അതിനെ അടിച്ചങ്ങ് തകർത്ത് കഴിഞ്ഞാൽ ഇറാൻ സ്റ്റോണേജിലോട്ട് പോകുമെന്ന് പറഞ്ഞ് സത്യം തന്നെയാണ്. അല്ലാതെ വീണ്ടും ആ ഒട്ടകം പരിപാടിയിലോട്ട് പോകണം. ഇത് അമേരിക്ക ചെയ്തില്ല എങ്കിൽ വരാൻ പോകുന്ന സമയങ്ങളിൽ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് ഏഷ്യയും ഒട്ടകത്തിൻ്റെ ഏജിലോട്ട് പോകുക. ഇതാണ് ഒന്നില്ലെങ്കിൽ ഇത് ചെയ്യണം. ചെയ്യുവാണെങ്കിൽ ഇറാൻ മാത്രം ഈ പറയുന്ന ഒട്ടകത്തിൻ്റെ ഏജിലോട്ട് പോകും. ഇത് ചെയ്തില്ല എങ്കിൽ ഹോർമുസ് ഇറാൻ്റെ കയ്യിലാണെങ്കിൽ ഇത്രയും മലയാളികൾ ഇന്ത്യക്കാരൻ ജോലി ചെയ്യുന്ന മിഡിൽ ഈസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ അവരും ഒട്ടകത്തിൻ്റെ ആ ഏജിലോട്ട് പോകണം. ഇതൊക്കെ കേൾക്കുമ്പോൾ സുഡാപ്പികൾക്ക് മനസ്സിലാകും. അല്ലാതെ ജോലിയും കൂലിയൊന്നും ഇല്ലാതെ തിരിച്ചങ്ങ് വന്നു കഴിഞ്ഞാൽ
ഇവിടെ ഇന്ത്യയിലൊരു കിഴങ്ങുമില്ല. അത് ആദ്യം അങ്ങ് മനസ്സിലാക്കുക. ലോകത്ത് പല രാജ്യങ്ങളിലും ഇപ്പോൾ ഇന്ത്യക്കാരെ കയറ്റുന്നൊന്നുമില്ല. ഇപ്പം ഒരേ ഒറ്റ കാര്യമേ ഉള്ളൂ ഇതിനകത്ത് പറയാനുള്ളത്, ഈ വാർ അമേരിക്ക ജയിച്ചേ മതിയാവത്തുള്ളൂ. ജയിച്ചില്ല എങ്കിൽ മിഡിൽ ഈസ്റ്റ് ഏഷ്യയുടെയും, അതായത് ഈ പറയുന്ന അറബ് രാജ്യങ്ങളുടെയും അവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെയും ഭാവി തുലാസിൽ തന്നെയാണ്. ഈ പറയുന്ന 1,50,00,000 അല്ലെങ്കിൽ 15 ലക്ഷം പേര് പെട്ടെന്ന് ഇന്ത്യയിലോട്ട് വന്നാൽ ഇന്ത്യക്ക് താങ്ങാൻ പറ്റത്തില്ല. സിമ്പിളാണ്. അപ്പം അതിനകത്ത് ഈ 50 ലക്ഷം പേര് ഞാൻ ഈ പറയുന്ന ഒരു മാസം, അതായത് 2-3 ഒരു മാസം കഴിയുമ്പോൾ തിരിച്ചു വരുവാണെങ്കിൽ അതുപോലും താങ്ങാൻ പറ്റത്തില്ല. ഇതാണ് സ്ഥിതി. അതായത് മനസ്സിലാക്കുക, ഗ്ലോബലായിട്ട് ആ ജിയോ പൊളിറ്റിക്സ് കംപ്ലീറ്റ് ആയിട്ട് മാറുവാണ്. അമേരിക്ക നാറ്റോ രാജ്യങ്ങളുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാക്കുന്നില്ല. അമേരിക്കയുടെ റിക്വസ്റ്റ് നാറ്റോ രാജ്യങ്ങൾ തള്ളിക്കളഞ്ഞു വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യം. അതുകൊണ്ട് അമേരിക്ക ഒറ്റയ്ക്കാണ് ഈ സംഭവം ചെയ്യുന്നത്, ഇസ്രായേലിൻ്റെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടും. അതാണ് അടുത്ത ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അവിടെ ഉണ്ടാകാൻ പോകുന്ന രാജ്യത്ത്, അതായത് ബെഞ്ചമിൻ നെതന്യാഹു ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ വാറ് കഴിയുന്നതോടുകൂടി ഇസ്രായേലിൻ്റെ അലയൻസ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളായിരിക്കും. അതാണ് മനസ്സിലാക്കുക. കാരണം സമ്പന്നമായ അറബ് രാജ്യങ്ങൾക്ക് പിന്നീട് സെക്യൂരിറ്റി കൊടുക്കുന്നത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യമായിരിക്കും. അതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും.